ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാർമെറ്റ് എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രൂഫ് കാണിക്കാൻ കാരണം നമുക്ക് എയർ ഡ്രോപ്പിൽ ജോയിൻ ചെയ്യാൻ ഒന്ന് മോട്ടിവേറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ എയർ ഡ്രോപ്പിൽ നിന്ന് കിട്ടിയ പ്രൂഫാണ് കാണുന്നത്. $80 എനിക്ക് കിട്ടിയതാണ്. ഞാൻ ജോയിൻ ചെയ്ത എല്ലാവർക്കും $10 വെച്ച് കിട്ടിയതാണ്. ഞാൻ മൾട്ടിപ്പിളായി ചെയ്തുകൊണ്ടാണ് ഇത്രയും $1 കിട്ടി. കഴിഞ്ഞ എയർ ഡ്രോപ്പിൽ വലിയ പണിയൊന്നും ഇല്ലേന്, സോഷ്യൽ മീഡിയ ടാസ്കേ ഉള്ളൂ. ജോയിൻ ചെയ്ത എല്ലാവർക്കും പേയ്മെൻറ്റ് കിട്ടിയേ. അപ്പോൾ ഇന്നത്തെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടാസ്കേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ജോയിൻ ചെയ്യുക. എല്ലാ ഡീറ്റെയിലും ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. പിന്നെ എയർ ഡ്രോപ്പിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിൽ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് പോയി കാണുക, പ്ലേ ലിസ്റ്റിലുണ്ടാവും. എന്നാലും ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊരു ക്രിപ്റ്റോ പ്രൊജക്റ്റ് എടുക്കുകയാണെങ്കിലും അവരുടെ ആ ഒരു പ്രൊജക്റ്റ് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഓൺ ടോക്കൻ ഒരു എയർ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവരുടെ ടോക്കൺ ക്ലെയിം ചെയ്യുക. പിന്നെ ഇതിൽ ജോയിൻ ചെയ്യുക പറഞ്ഞാൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അങ്ങനെ സിമ്പിൾ ടാസ്കേ ഉള്ളൂ. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എയർ ഡ്രോപ്പും ഉണ്ട്. നമ്മൾ ഫുള്ള് സെൽഫായിട്ട് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എയർ ഡ്രോപ്പാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതും ടെലഗ്രാമിൽ ഇടുന്നതൊക്കെ. ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരിക്കൽ കൂടി പറയാനുള്ളത്, വീഡിയോ ഫുള്ളായിട്ട് കണ്ട് യൂസ്ഫുള്ളായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനോ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്തു. ആളെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഗിഫ്റ്റ് പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, അതിന് പേയ്മെൻറ്റ് കിട്ടി. അതേപോലെ തന്നെ MLC പ്രൊജക്റ്റ് ഞാൻ പരിചയപ്പെടുത്തിയാണ്, അതിൽ പേയ്മെൻറ്റ് കിട്ടിയാണ്. അതിൽ നിന്ന് ഇപ്പോൾ ക്ലെയിം ചെയ്യാനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5% എയർ ഡ്രോപ്പിൻ്റെ 5% നമുക്ക് ക്ലെയിം ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തവർ കൂടുതൽ പേര് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 95% നമുക്ക് പിന്നീട് ക്ലെയിം ചെയ്യാം. അതിൻ്റെ ക്ലെയിം അപ്ഡേഷൻ വരുമ്പോൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നതാണ്. ടെലഗ്രാമിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ എയർ ഡ്രോപ്പിനെ കുറിച്ച് നോക്കാം. ടോട്ടൽ പ്രൈസ് പൂളും കാര്യങ്ങളും മുകളിലായിട്ട് കാണാം. പിന്നെ അത് റാങ്കിൻ്റെ അടിസ്ഥാനത്തിനാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഞാൻ പറയുന്നത് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നതാണ്. കാരണം 15,000 പേർക്ക് ഈ ഒരു ടോക്കൺ അവർ എയർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 8,000 ആൾക്കാരോട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറേ സ്ലോട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ആരും നോക്കിക്കാതെ ഇപ്പം തന്നെ ജോയിൻ. എനിക്ക് പറയാനുള്ള ഇതിൽ ജോയിൻ ചെയ്ത് എല്ലാവർക്കും കിട്ടും. സിമ്പിൾ സോഷ്യൽ മീഡിയ ടാസ്കുകൾ ഞാൻ പറയുന്ന ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. ലിസ്റ്റിംഗ് പ്രൈസ് പറഞ്ഞാൽ 0.02 ആണ്. 10,000 to 15,000 നോക്കുകയാണെങ്കിൽ 500 ടോക്കൺ വെച്ച് കിട്ടുന്നുണ്ട്. ഏകദേശം $10 വർത്ത് വരുന്ന ടോക്കൺസ് നമുക്ക് ഈ ഒരു എയർ ഡ്രോപ്പിൽ നിന്ന് ക്ലെയിം ചെയ്യാം. പിന്നെ നമ്മളെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ടോക്കൺ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ലിസ്റ്റിങ്ങിൻ്റെ അപ്ഡേഷനായിട്ട് ബിറ്റ്മാർട്ട് ട്വീറ്റ് ഇട്ട് കാണാം. ലിസ്റ്റിംഗ് സൂൺ പറഞ്ഞ് സ്റ്റാർമെറ്റ് ലിസ്റ്റിംഗ് സൂൺ എന്ന് പറഞ്ഞു. സ്കാമൊന്നുമല്ല, ഈ ഒരു വലിയൊരു എക്സ്ചേഞ്ച് തന്നെയാണ് ഈ ബിറ്റ്മാർട്ട് പറഞ്ഞാൽ. അപ്പോൾ അവരൊക്കെ ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് തന്നെ ഈ ഒരു എയർ ഡ്രോപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത്രയൊരു ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനുള്ളൂ. ഇനി നമുക്ക് ഇതിലെങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് എല്ലാ വീഡിയോയിലും പറയുന്നത്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, കിവി ബ്രൗസർ മസ്റ്റായിട്ട് വേണം. അപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. കിവിയോ യാൻഡെക്സോ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം പ്ലേ സ്റ്റോറിൽ പോയിട്ട് കിവി ബ്രൗസർ അടിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനി രണ്ടാമതായി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം ഈ ഒരു കിവി ബ്രൗസറിൽ. സോൾഫ്രയൽ വാലറ്റ് പറഞ്ഞിട്ടാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ തരും. ആ ലിങ്ക് നിങ്ങൾ ഈ ഒരു കിവിയിൽ ഓപ്പൺ ചെയ്താണ്ട് ഈ ഒരു ക്രോമല്ല എക്സ്റ്റൻഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആഡ് ടു ക്രോം കൊടുത്താണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ കാണും ബാനറിൽ. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ട്രസ്റ്റ് വാലറ്റിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന മാതിരി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഫ്രൈസ് വേർഡ്സ് ഉണ്ടാവും, അത് നിങ്ങൾ മസ്റ്റായിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. അഥവാ അക്കൗണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അക്കൗണ്ട് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഞാനൊരു വേറെ ലിങ്ക് തരും. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ്, സീലി ലിങ്കാണ്. അങ്ങനെ കണക്ട് ടു സീലി എന്നൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇമെയിൽ വെച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജോയിൻ ചെയ്തവർക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നേരെ ഡയറക്റ്റ് ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ ന്യൂ യൂസർ ആണെങ്കിൽ മാത്രം ഇതിൽ അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് എടുക്കണം. ഇമെയിൽ കൊടുക്കുക, കണ്ടിന്യൂ വിത്ത് ഇമെയിൽ കൊടുക്കുക, OTP വരും, OTP എൻ്റർ ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മളെ സോഷ്യൽ മീഡിയ ഒക്കെ ഇതിൽ കണക്ട് ചെയ്യണം. 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, 3 ഡോട്ട് പിന്നെയും കാണാം. അതിൽ ലിങ്ക്ഡ് അക്കൗണ്ട് എന്ന് കാണാം. ഇതിൽ ഈ കാണുന്ന ഡിസ്കോഡ്, ട്വിറ്റർ, അതേപോലെ അടിയിലായിട്ട് വാലറ്റ് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്.
ഇനി നമുക്ക് ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അത് ജോയിൻ ദ ടെലഗ്രാം ഗ്രൂപ്പ്. ഇതിലാദ്യം ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ വാലറ്റ് കണക്ട് ചെയ്യണം, ഞാൻ മറന്നുപോയി. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ബാക്ക് അടിക്കുക, എന്നിട്ട് 3 ലൈൻ ക്ലിക്ക് ചെയ്യുക, ഒന്നുകൂടി 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, അക്കൗണ്ട് സെറ്റിങ്സ് കാണാം, പിന്നെയും 3 ലൈൻ ക്ലിക്ക് ചെയ്യുക, പിന്നെ ലിങ്ക് അക്കൗണ്ട്സ് എന്ന് കാണാം, അവിടെ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ വാലറ്റ് കണക്ട് യുവർ വാലറ്റ് എന്ന് കാണാം. അപ്പോൾ അവിടെ കണക്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു എക്സ്റ്റൻഷനിലോട്ട് റീഡയറക്റ്റ് ആവും. അതിനുശേഷം ഓട്ടോ കണക്ട് കാണാം, എന്നിട്ട് കണക്ട് വാലറ്റ് കൊടുക്കുക. പിന്നെ ഒന്നുകൂടി റീഡയറക്റ്റ് ആയി അപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് വരുന്നില്ല, വരാത്തവർ അങ്ങനെ എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് ഒന്നുകൂടി ക്യൂ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ആക്കി അടിയിലേക്ക് വരിക. എന്നിട്ട് ഒന്നുകൂടി കണക്ട് വാലറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി റീഡയറക്റ്റ് ആയി അതിലോട്ട് പോയിട്ട് അപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ ഇവിടെ സ്ക്രീനിൽ കാണാം. ആ ഒരു അപ്രൂവ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാലറ്റ് സക്സസ്ഫുള്ളി കണക്റ്റ് ആവുന്നതാണ്. ഇനി നമുക്ക് ഇതിലെ ടാസ്ക് നമുക്ക് ഓരോന്നുമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ ആ ഒരു ഡാഷ്ബോർഡിലോട്ട് വരാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടെലഗ്രാമിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് നമ്മൾ യൂസർ നെയിം എടുക്കണമല്ലോ. ടെലഗ്രാം യൂസർ നെയിം എല്ലാവർക്കും എടുക്കാൻ അറിയാം. അതിന് മുന്നായിട്ട് അറ്റ് കൊടുക്കുക, എന്നിട്ട് യൂസർ നെയിം കൊടുക്കുക, എന്നിട്ട് ക്ലെയിം കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു ടാസ്ക് റിവ്യൂവിലായിരിക്കും ഓരോ ദിവസമായിട്ട് എടുക്കാൻ മതിയാറ് അപ്രൂവ് ആവാൻ. അതിന് ശേഷമായിരിക്കും നമുക്ക് ഈ വരുന്ന ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ട് എൻ്റെ ഒക്കെ അപ്രൂവ് ആയി കഴിഞ്ഞു. ഇനി ഇതിൽ സിമ്പിൾ സോഷ്യൽ മീഡിയ ടാസ്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ ലീഡർ ബോർഡിൽ പോയി നോക്കി കഴിഞ്ഞാൽ തന്നെ എൻ്റെ റാങ്കിങ് 7000 സംതിങ് ആണ്. ഇപ്പം തന്നെ റിവാർഡിന് എലിജിബിളാണ്. അതും വിചാരിച്ച് നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതിരിക്കരുത്. ഇതിൽ വരുന്ന സെൽഫായിട്ടുള്ള ടാസ്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. അവിടെ ട്വിറ്ററിൻ്റെ നിരവധി ടാസ്ക് കാണാം. ഇത് ഓരോന്നും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും റീട്വീറ്റ് ചെയ്യാനും അങ്ങനെ സെൽഫായിട്ടുള്ള സിമ്പിൾ ടാസ്ക്കാണ് ഉള്ളത്. അപ്പോൾ ഓരോന്നും നിങ്ങൾ ചെയ്യാം. ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ അത് നിങ്ങൾ ഓരോന്നും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ സ്ക്രീൻഷോട്ട്, അതുപോലെ തന്നെ വീഡിയോ ഫോളോ ചെയ്യാനും. പിന്നെ ഇതുണ്ടല്ലോ, ഇത് സ്കിപ്പ് ചെയ്താൽ പ്രീ സെയിലൊന്നും വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അതിൻ്റെ ആവശ്യമില്ല. ബാക്കി സെൽഫ് ഏണിങ്സ് മാത്രം ചെയ്താൽ മതി. പിന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഫേവറേറ്റ് അങ്ങനെ കുറച്ച് സിമ്പിൾ ടാസ്കുകളുള്ളൂ. അപ്പോൾ ഈ കാണുന്ന എല്ലാ ടാസ്കുകളും ചെയ്യുക. പിന്നെ ഡെയിലി വരുന്ന ടാസ്ക് എന്തായാലും ഡെയിലിയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു XP കൂടുതലായിട്ട് ഏൺ ചെയ്ത് ലീഡർ ബോർഡിൽ മുന്നിലെത്തും. അതിനനുസരിച്ചുള്ള റിവാർഡും കിട്ടും. ഓക്കെ, അപ്പോൾ സെൽഫായിട്ട് വരുന്ന എല്ലാ ടാസ്കും ചെയ്യുക. പിന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ മൾട്ടിപ്പിളായിട്ട് ചെയ്യുക. അപ്പോൾ ടാസ്ക് എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ബിറ്റ്മാർട്ടൊക്കെ ഇതിന് ഒഫീഷ്യലി ട്വീറ്റ് ചെയ്തതാണ്, ലിസ്റ്റിംഗ് സോണാണ്. പിന്നെ ഇത് എയർ ഡ്രോപ്പ്, ഈ ഒരു ടോക്കൺ ലിസ്റ്റാണ് ഈ മാസം തന്നെ 28-ാം തീയതിയാണ്. 28-ാം തീയതി 20-ാം തീയതിയായിട്ടാണ് ലിസ്റ്റിംഗ് വരുന്നത്. അതിൻ്റെ ശേഷമായിരിക്കും എയർ ഡ്രോപ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ബിറ്റ്മാർട്ടൊക്കെ ഒഫീഷ്യലി ട്വീറ്റ് ചെയ്തതാണ് ഇതിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എയർ ഡ്രോപ്പ് ഈ ഒരു ജിയിലെ ക്യാമ്പയിൻ എൻഡ് ആകുന്നത് ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഒന്നുകൂടി ഓർമ്മ കൊടുത്താണ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. പിന്നെ എല്ലാത്തിൻ്റെ ലിങ്കും ടെലഗ്രാമിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു വീഡിയോ എത്ര ഉള്ളൂ. അടുത്തൊരു വീഡിയോ പിന്നെ ഒരു ദിവസം.